15 മിനിറ്റിനുള്ളിൽ ഒരു ഈസി ചിക്കൻ നൂഡിൽ സൂപ്പ് റെഡി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈസി ചിക്കൻ നൂഡിൽ സൂപ്പ് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്യേണ്ട, എന്നാൽ ഒരു കംപ്ലീറ്റ് മീല്, അതും ഒരു 10-15 മിനിറ്റ് എന്ന് പറഞ്ഞ ഒരു കണക്കൊന്നും നമ്മൾ എടുക്കണ്ട കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഓൾമോസ്റ്റ് 1 കിലോ ചിക്കൻ ഉണ്ട്, ഒരു 15 to 18 മിനിറ്റ് വരെ സമയം എടുക്കാം. 1/2 കിലോ ചിക്കൻ ആണെങ്കിൽ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ശരിയാവും. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ നൂഡിൽ സൂപ്പ് ഓർ എ കംപ്ലീറ്റ് ഡിന്നർ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും നമുക്ക് ചെയ്യേണ്ടത് 15 മിനിറ്റ് അല്ലേ സമയമുള്ളൂ. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. 1 കിലോ ചിക്കനിലേക്ക് ഏതാണ്ട് ഒരു 1.5 ലിറ്റർ വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കണേ. ഇത് വെള്ളം വേഗം ആവാനാണ്, നമുക്ക് സമയമില്ലാത്ത കാരണമാണ്. ഇല്ല ചിക്കൻ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ നിന്ന് ഞാൻ നൂഡിൽസിന് ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഓണാക്കാൻ പോവാണ് കേട്ടോ. ഇപ്പം ഏതാണ്ട് 8-10 ആയിട്ടുണ്ട്. ചിക്കൻ ബോൺലെസ് തൈസ് ആണ് കേട്ടോ ഞാൻ അരിയാൻ പോവാണ്. ഇത് നമുക്ക് കുറച്ച് ചെറുതാക്കിയിട്ട് എങ്ങനെ വേണമെങ്കിൽ അരിയാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഇന്നത്തേക്ക് ഡിന്നറിനായി ഒരു 5 ആൾക്കുള്ള ഡിന്നറായി. ഇന്നാണെങ്കിൽ 3 ആളെ നിങ്ങളുടെ വീട്ടിലുള്ള വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തേക്കും നാളെ ഉച്ചത്തേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡായി. മനസ്സിലായില്ലേ? സൂപ്പായി, ഈസിയാണ്. ദേ നമ്മുടെ ചിക്കൻ റെഡി ആയില്ലേ? ആ ചിക്കൻ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇടാൻ പോവാ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വെള്ളത്തിന് പകരം നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ചേർക്കട്ടാ. അപ്പോൾ കുറച്ചും കൂടി നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇനി അതല്ല, നൂഡിൽസിൻ്റെ പാക്കറ്റിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്കിൻ്റെ പൗഡർ വരില്ലേ, അപ്പോൾ ആ പൗഡറും നിങ്ങൾക്ക് ചേർക്കാം. ചേർത്തുകൊണ്ട് ഒരു ശേഷം കഴിച്ചുകൊണ്ടൊന്നും വലിയ കുഴപ്പമുള്ള സാധനം നല്ല ആൾ ചാവൊന്നുമില്ല. ഇപ്പോൾ സമയം ഏതാണ്ട് 8:13 ഇതേ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ബേ ലീവ്സ്, കുറച്ച് പെപ്പർ കോൺ കേട്ടോ, കുറച്ച് സാധനം ഇടാണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഞാൻ വീണ്ടും അടച്ചു വയ്ക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇത് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ തുറന്നു വയ്ക്കും. ഇനി ഞാൻ ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത് കുറച്ച് ഗാർലിക്കും കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇതിനെ ക്രഷ് ചെയ്യുക. ഇനി ഞാൻ ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത് കുറച്ച് അജിനോമോട്ടോ ആണ് കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അജിനോമോട്ടോയുടെ ആവശ്യമില്ല. അജിനോമോട്ടോ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് തിന്നോളൂ കേട്ടോ. ഉപ്പും അജിനോമോട്ടയും വെച്ച് നോക്കുമ്പോൾ ഉപ്പാണ് ഏറ്റവും ഉപദ്രവം എന്നാണ് സയൻസ് പറയണേ. അപ്പോൾ കുറച്ച് അജിനോമോട്ടോനെ നിങ്ങൾ പേടിക്കണ്ട, നല്ല സൂപ്പർ മുട്ട. ഇത് എൻ്റെ മുട്ടേനേക്കാൾ ബെസ്റ്റ് മുട്ട, അന്തമാരി മുട്ട. നൂഡിലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഊഡോൺ നൂഡിലാണ് കേട്ടോ. നമ്മുടെ പാക്കറ്റിൽ മാജിയ സാധാരണ ഏത് നൂഡിലാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ നൂഡിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് നമ്മുടെ സൂപ്പിൽ ചേർക്കാട്ടോ. എന്താ കുഴപ്പം വെച്ചാൽ നമ്മൾ ലാസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ സൂപ്പിൽ മിക്സ് ആകുമ്പോൾ എല്ലാവർക്കും ഒരേ പോർഷൻ കിട്ടില്ല. ഇങ്ങനെ എടുക്കുമ്പോഴത്തെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടല്ലേ, ചൂലും കെട്ട് പോലെ ഉണ്ട് അല്ലേ. ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ ഗുണം വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഒരു 100 ഗ്രാം ആണെങ്കിൽ 100 ഗ്രാം എന്നുള്ള രീതിയിൽ നമുക്ക് നൂഡിൽസ് എടുക്കാൻ പറ്റും. നമ്മുടെ വെള്ളം അവിടെ തിളക്കുന്നുണ്ട്, അതിലേക്ക് നമുക്ക് നൂഡിലിടാം. കമങ്കോണ്ട. ഇനി ഞാൻ കുറച്ച് ഉള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ. ഉള്ളി എനിക്ക് നല്ല ക്രഞ്ചിനെസ് വേണം. ചിലർ ഉള്ളി വഴറ്റിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നോക്കി, നമുക്ക് ഈ സമയം ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളി അവസാനം ഇടണേ, അല്ലെങ്കിൽ ഇടയിൽ ഇടുക. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് പച്ചക്കറി ചേർക്കാം. പച്ചക്കറി എന്ന് പറയുമ്പോൾ ഒരുപാട് വേവണ ടൈപ്പ് പച്ചക്കറി, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അല്ല കേട്ടോ. ചൈനീസ് ക്യാബേജ് ഒക്കെ ഇല്ലേ, ചോയ്സം. ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് വെജിറ്റബിൾ അത്ര പറ്റില്ല, അതുകൊണ്ടാണ് വെജിറ്റബിൾ ഇടാത്തത്. ഇത് നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ബോയിലായി തുടങ്ങിയിട്ടുണ്ട്. മൂടി ഫ്രണ്ടിൽ പിടിച്ചാ. ഓക്കെ, ഇനി നമ്മുടെ ഉള്ളിയിലേക്ക് പോയി. ഈ സെയിം ടൈമിൽ സോയ സോസ് ചേർക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഉപ്പ് ഈ സമയത്ത് നോക്കണം, കാരണം നമ്മൾ അജിനോമോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല അജിനോമോട്ടോൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്. കുറച്ചും കൂടി സോയ വേണം. മറക്കരുത്, ഉപ്പും വേണം കേട്ടോ. ഓക്കെ, ഉപ്പിട്ടാലേ ഈ അജിനോമോട്ടോൻ്റെയും സോയ സോസിൻ്റെയും ഫ്ലേവർ പുറത്തേക്ക് വരുള്ളൂ. തിളച്ചിട്ട് ലെവനൊന്ന് തിളക്കട്ടെ. നമ്മുടെ നൂഡിൽ റെഡി ആയിട്ടാ. ഓക്കെ, ഞാൻ ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാൻ പോവാണ്. നമ്മുടെ സൂപ്പും റെഡി ആയിട്ടാ. 15 മിനിറ്റ് അങ്ങോട്ട് നോക്കിക്കോ. 8:20 കാണിച്ചു കൊടുത്തോണ്ട്. ഈ ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. നമുക്ക് നോക്കി വെക്കാം. ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് വേറൊരു വഴിയുണ്ട്, ഇതിൻ്റെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ നോക്കാമല്ലോ. ഈ ഒരു ചെറിയ പീസിൻ്റെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ നോക്കിയാൽ മതി. 93 എബോവ് പോയിട്ടാ. എനിത്തിങ് എബോവ് 75 ഈസ് സേഫ് ടു ഈറ്റ്. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ് മതി ചെറിയ പീസ് കട്ട് ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ വേവാനായിട്ട്. ആൻഡ് യു ആർ ഓൾ ഗുഡ് ടു ഗോ. ഇനി കുറച്ച് ഗാർണിഷ് ഞാൻ സെറ്റാക്കാണ്. ഇവിടെ കുറച്ച് സ്പ്രിംഗ് അനിയൻ ഉണ്ട്. ഒരു ചാറ് വയ്ക്കേണ്ട, മെഴുക്ക് വരട്ടണ്ട, തോരൻ ഉണ്ടാക്കണ്ട, ചോറ് ഉണ്ടാക്കണ്ട, ഒന്നും വേണ്ട. ഈസി ആസ് ഇറ്റ് ഈസ്. ഓക്കെ, ഈ പോയിന്റിൽ നിങ്ങൾക്ക് വേണം വെച്ചെങ്കിൽ ഇതിൽ എന്ത് ഫ്ലേവർ എൻഹാൻസ്മെൻറ്റ് വേണമെങ്കിലും നടത്താട്ടാ. ഓക്കെ, ഞാൻ അതിന് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഓ വാവ്. ഓക്കെ, ചില്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ചേർക്കാം. ഞാനിതിൽ ചേർക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലേശം പെപ്പർ ചേർക്കുന്നുണ്ട്. ഓക്കെ,
ഇനി നമുക്ക് 3 പേർക്കുള്ളത് പ്ലേറ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ. ഞാനിവിടെ 3 ബൗൾ വെച്ചിട്ടുണ്ട്. പിങ്ങുവിന് ഓൾമോസ്റ്റ് ഒരു 100 grams കേട്ടോ ചിക്കൻ. ഓക്കെ, നമുക്ക് ഒരു 200 grams വിച്ച് ഗീവ്സ് അപ്രോക്സിമേറ്റ്ലി 50 to 55 gram പ്രോട്ടീൻ കിട്ടും നമുക്ക്. കുറച്ചും സൂപ്പ് വേണം നിനക്ക് ഗോൾഡ് അല്ലാവൂ സൂപ്പ്. പിങ്ങപ്പിന് സൂപ്പ് കൂടുതൽ വേണോടാ. ഇത് നമ്മുടെ നൂഡിൽ കണ്ട. ഈ നൂഡിൽ ആക്ച്വലി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് സെസിമി ഓയിലിൽ ഫോൾഡ് ചെയ്യാൻ പോവാണേ. അപ്പം നല്ല ഒരു ഏഷ്യൻ സ്മെല്ല് ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല ചിക്കനിൽ ഓയിലും നെയ്യൊക്കെ കുറവാണ്. അപ്പം നമുക്ക് അതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. സോ there we go, beautiful. Okay, I'm gonna put the noodle on the side, not too much noodle കേട്ടാ. Beautiful, beautiful, beautiful. Now എന്താണ് കുറച്ച് ഗ്രീനറി. ഇനി ഞാനിടാൻ പോണത് കുറച്ച് ഷില്ലോട്ട്സ് വറുത്തത്, ഉള്ളി വറുത്തത് കേട്ടാ. Look at that, beautiful. ഓക്കെ, നല്ല സ്മെല്ലാണ് കേട്ടോ ഉള്ളി വറുത്തതും നൂഡിലും ഈ സൂപ്പൊക്കെ ആയിട്ട്. റാമിൻ എന്നെ കഴിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഇല്ലേ? ഇതൊക്കെ നല്ല സൂപ്പർ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇവിടെ, കണ്ടില്ലേ? നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് അല്ലാണ്ട് ബ്യൂട്ടിഫുള്ളാണ്. ഓക്കെ, നൗ ടൈം ടു ടേസ്റ്റ് നമ്മുടെ നൂഡിൽ. ഓക്കെ, മൈ ലുക്ക് ബ്യൂട്ടിഫുൾ ഊദോൺ. So good. നല്ല അടിപൊളിട്ടോ. ഡിന്നറിനുണ്ടല്ലോ ശരിക്കും നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിൽ കുറച്ചും വെള്ളം കൂടി ഇട്ടിട്ട് പിടിക്കണം അല്ലേ? ഇവിടെ നമ്മുടെ മറ്റേ സോസോടെ ഇത് കണ്ടത് ഡ്രൈ ചില്ലി ചട്നി എന്ന് പറഞ്ഞിട്ട് ഒരു മയിലിൻ്റെ ഒരു സാധനമാണ്. ഇതിന് നമ്മുടെ ഈ ഏഷ്യൻ സൂപ്പിൻ്റെ ഒക്കെ കൂട്ടത്തിൽ പോകാൻ പറ്റിയ ഒരു സംഭവമാട്ടാ. ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ സാധാരണ ഇങ്ങനെ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എരിവാണ് ഇതിന്. ഇത് കണ്ടോ, ഈ സാധനം നമുക്ക് സൂപ്പിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏഷ്യൻ ഫ്ലേവറൊക്കെ കിട്ടും. ഇതിനകത്ത് ഇടുക, ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇഫ് യു ലൈക്ക് സ്പൈസി ഈ ചട്നി ഹൈലി റെക്കമെൻഡഡ്. എനിക്ക് പൈസ തന്നിട്ടുള്ള പരസ്യമൊന്നും ഇല്ല കേട്ടോ. ഇതിവിടെ കുറേ കാലമായിട്ട് ഇരിക്കുന്നുണ്ട്. ഗോൾഡാണ് ഈ കോമ്പിനേഷൻ കണ്ടെത്തിയത്. നല്ല ടേസ്റ്റാണ്. ഇതൊന്നും ഇട്ടിട്ടൊന്ന് കുടിച്ചു നോക്കാം. ഇതിൽ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് സ്റ്റോക്ക് കണ്ട്. ഇതിൽ 1-2 കാര്യങ്ങൾ നമുക്ക് ബ്ലോട്ടിങ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഏഷ്യൻ ഫുഡ് കഴിച്ചുമ്പോൾ ഭയങ്കരമായിട്ട് ബ്ലോട്ടോ. സോയ് സോസ് ഭയങ്കരമായിട്ട് ബ്ലോട്ടിങ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ നൂഡിൽസ്, ഇത് ഗ്ലൂട്ടനുള്ള സാധനമാണ്. ഒരുപാട് ആളുകൾക്ക് വീണ്ടും ബ്ലോട്ടിങ്ങും അലർജി ഉണ്ടാക്കുന്ന സാധനമാണ് ഗ്ലൂട്ടൻ. അപ്പോൾ സോയ് സോസ് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ചേർക്കണമെന്ന്. അജിനോമോട്ടോ ഇട്ടാലും നമുക്ക് ഈ ഫ്ലേവർ കിട്ടും. അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്താലും നമുക്ക് ഈ ഫ്ലേവർ കിട്ടും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് സോയ സോസ് അവോയ്ഡ് ചെയ്യാം. ഇനി ഇപ്പോൾ ഞാൻ സാധാരണ നൂഡിൽ ഇതിൻ്റെ ഒപ്പം ഇടലില്ല. എനിക്കും ഗ്ലൂട്ടൻ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ് റൈസാണ്. നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ള ചോറ് കുറച്ച് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ലവ്ലി. പിങ്ങൂന് അന്ന് പക്ഷേ നമ്മൾ റൈസ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നോ, ബൈ ബൈ.